ഡാൻസിൽ ഈ മൈക്കിൾ ജാക്സൺ വിട്ട പുറത്ത് വേറെ ഇത് ചെയ്യാനുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ലേ ജാക്സനും? സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് വളരെയധികം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആ ഒരു പെർഫെക്ഷൻ ലെവലിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് എൻ്റെ ജാക്സൺ ഇത് മതി എന്നുള്ള ഒരു ഇതാണ്. ഇപ്പം ഞാനൊരു ഷോ എടുക്കുമ്പോഴും അവിടെ ഞാൻ വേറെ പാട്ട് ചെയ്യാൻ പറയുമ്പം അത് സജസ്റ്റ് ചെയ്യുമ്പോഴും അവർക്ക് അത് വേണ്ട, ഇന്ന മൈക്കിൾ ജാക്സൺ ആ നമ്പർ മതി അല്ലെങ്കിൽ ആ ഒരു ഇത് മതി എന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാനിപ്പം അതിനെ കുറച്ചുകൂടെ റീഡിഫൈൻ ചെയ്ത് ഞാനിപ്പോൾ ഒരു ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൾ ജാക്സണും കണ്ടംപററിയും കൂടെ മിക്സ് ചെയ്തൊരു ഇത്, അതായത് ആ സ്റ്റൈൽ അധികം വിടാതെ തന്നെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലെ വരുന്ന രീതിയിലൊരു ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബൈ ഡിസംബർ എനിക്ക് എവിടെയെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു അധികം ആർക്കും അറിയില്ലെങ്കിലും ഒരു സിനിമാ നടൻ കൂടിയാണ് ചാൾസ്. സിനിമാ അനുഭവങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ സിനിമയിൽ വരാനുള്ള റീസൺ 3 പേരാണ് ആക്ച്വലി. ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ടത് അനൂപ് മേനോൻ, ഇപ്പോഴത്തെ നടൻ അനൂപ് മേനോൻ. പുള്ളി ഒരു അനുഭവം എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഇതിന് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്തത് ഞാനാണ്. അങ്ങനെയാണ് പുള്ളിയായിട്ടുള്ള. അപ്പോൾ ആ പുള്ളിയായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പിലാണ് ആദ്യം എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സജി സുരേന്ദ്രനെ പുള്ളി എനിക്ക് കണക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ സജി സുരേന്ദ്രനെ സജിയേട്ടനെ പരിചയപ്പെടുമ്പോൾ സജിയേട്ടൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ ആദ്യം പുള്ളി എനിക്ക് തന്ന ചെറിയ ഒരു ഒറ്റ ഡയലോഗുള്ള ഒരു ഒറ്റ സീനാണ്. പക്ഷെ ആ സീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആദ്യമേ കൊണ്ട് നിർത്തിയത് സുകുമാരി അമ്മയുടെ കൂടെയാണ്. ആക്ച്വലി അത് ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു 0-0 ലെവലിൽ നിന്ന് പുള്ളി എന്നെ കൊണ്ട് നിർത്തിയത് ആ ഒരു ഇത്രയും വലിയൊരു ലെജൻഡറി ആക്ട്രസിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനിങ്ങനെ സ്റ്റക്കപ്പ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് വല്ലതും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ നിന്ന നിമിഷങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി എന്നെ ഒരു ഹയർ ലെവലിലോട്ട് എടുത്തു പൊക്കിയതുപോലെ കൊണ്ടുവന്ന് ഇവർ വാതിരായിൽ ആദ്യത്തെ പഞ്ചാബി ക്യാരക്ടർ, അത് പലർക്കും അറിയില്ല, പഞ്ചാബി ക്യാരക്ടർ തന്നത് പുള്ളിയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയത് തന്നെ എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ്. പിന്നെ ഇതിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത എക്സ്പീരിയൻസിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് മനോജ് പാലോടൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരുപാട് പ്രോജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയായിട്ടുള്ള ഇതിലാണ് എനിക്ക് എക്സ്പീരിയൻസ് വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ അല്ലാതെ ഇപ്പം ടോട്ടൽ 4 സിനിമ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവർ വിവാദരായാൽ, പിന്നെ സകുടുംബം ശ്യാമള, പിന്നെ 4 ഫ്രണ്ട്സ്, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് മുല്ലശ്ശേരി മാധവൻകുട്ടി. അതിലൊരു സിനിമയ്ക്കകത്തൊരു സിനിമയുണ്ട്, അതിൽ കൊറിയോഗ്രാഫർ കൂടെയാണ്. ഇവൻ എന്നെ എക്സാം എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. നിന്റെ കൂടെ താമസം എന്താ വിളിച്ചുണർത്താഞ്ഞ്? യു ഡോണ്ട് നോ എനിത്തിങ്. ഞാനൊന്ന് ഉണർത്താൻ ചെന്നു. അപ്പോ വിവേക് ഭായ് ഉഠോ, കോളേജിൽ പോകാൻ ടൈമായി, എണീക്കൂ. ഇതൊന്നും കൂടാതെ വെബ് ഡിസൈനർ കൂടിയാണ് ചാൾസ്. അതെങ്ങനെയാണ് വെബ് ഡിസൈനിങ്ങിലേക്ക് വന്നത്? ഞാൻ 97-98 ആ ഒരു ടൈമിൽ ഈ കമ്പ്യൂട്ടർ വന്നു തുടങ്ങിയ സമയം, ആ സമയത്ത് എൻ്റെ ബ്രദർ അവിടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അന്ന് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ കുറച്ചായിട്ട് ചെറുതായിട്ടൊക്കെ വരച്ചും ഇത് ചെയ്തൊക്കെ ആ ഒരു ഇതിലിങ്ങനെ ടേസ്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രാഫിക്കൽ ഇതിലോട്ട് പോകണം എന്നുള്ളൊരു ഇതിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ കോഴ്സസ് അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് ഈ വെബ് ഡിസൈനിങ് ആണ് നമുക്ക് എൻ്റെ ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലോട്ട് പോയി. അന്ന് ആക്ച്വലി ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ്. കാരണം എന്താ വെച്ചാൽ അന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെ കൺസെപ്റ്റ് ഒന്നും വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഈ കമ്പ്യൂട്ടേഴ്സ് മാത്രമേ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അന്ന് അവർ അവിടെ ഇൻ്റർനെറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ
അരമണിക്കൂർ സമയം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അരമണിക്കൂർ പറഞ്ഞാൽ അന്ന് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് ഈവൻ അവർ പഠിപ്പിച്ച ആ സമയത്ത് ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് റെസ്പോൺസ് കിട്ടി. അപ്പോഴേ നമുക്കിതൊരു കംപ്ലീറ്റ്ലി ഇതൊരു എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ഫീലിംഗ് ആയിരുന്നു അന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കൂടുതൽ വന്ന് അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കോഴ്സസ് കമ്പ്യൂട്ടറിൽ ചെയ്തായിരുന്നു. അതുമാത്രമല്ല ഗ്രാഫിക് ഡിസൈനറായിട്ട് എനിക്ക് സ്വന്തം ഫേമുണ്ട്. അവിടെ ഞാൻ സോണി എറിക്സൺ നോക്കിക്ക് വേണ്ടി ഇവിടെ ഒഫീഷ്യലി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. ചാൾസിൻ്റെ അച്ഛൻ ഫുട്ബോളിൽ പ്രശസ്തനായ ഒരു ആളാണ്. അച്ഛൻ്റെ ഒരു പ്രസൻസ് എത്രത്തോളം ചാൾസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട്? ഓഫ് കോഴ്സ് ഫാദറിൻ്റെ ആക്ച്വലി പുള്ളി ഒരു എയർഫോഴ്സ്മാൻ പൈലറ്റാണ്. അപ്പോൾ പുള്ളി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ അതേസമയം വളരെ ഒരു എൻജോയബിൾ പേഴ്സൺ കൂടെയാണ്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിനക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നീ കയറിപ്പോവും, പക്ഷേ ആ കാര്യങ്ങൾ നിരത്തി വെച്ച് തന്നിട്ടുണ്ട് എനിക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്താൽ എനിക്ക് ഇന്നതുപോലെ പോവാം. അപ്പോൾ ആ ഡ്യൂട്ടീസ് എൻ്റെത് തന്നെയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് വളരെയധികം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതായത് ആ ടൈമിൽ ആ കാര്യങ്ങൾ രീതിയിൽ ചെയ്യണം എന്നുള്ള, അല്ലാതെ ഒരു സ്പൂൺ ഫീഡിങ് ആ ഒരു ഇതല്ലായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് പുള്ളി ഒരുപാട് നല്ല ഓപ്പണിങ്സ് എനിക്ക് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ യങ് ഏജിൽ എനിക്കൊരു ഇൻസ്ട്രക്ടർ ലെവലിലോട്ട് ആവാൻ സാധിച്ചതിൽ ആ എക്സ്പോഷർ കിട്ടാനുള്ള ഒരു റീസൺ എൻ്റെ ഫാദറാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഞാൻ എല്ലാം ഏബിളായിട്ട് ചെയ്തെങ്കിലും ആ റൈറ്റ് ടൈമിലുള്ള എക്സ്പോഷർ കിട്ടാനുള്ള മേഖലകൾ അല്ലെങ്കിൽ ആ ഒരു ബേസ് ഉണ്ടാക്കി തന്നത് ഫാദറാണ് ഒരുപാട് വലിയ രീതിയിൽ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ചാൾസ് ഒരു ഫുട്ബോളറാണോ, ഡാൻസറാണോ, വെബ് ഡിസൈനറാണോ, എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫുട്ബോളിൽ ഞാൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ക്വാളിഫൈഡ് ആണ് ഇപ്പോൾ. അത് മാത്രമല്ല വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ ഇന്നിപ്പം ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഫുട്ബോളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ IM വിജയൻ മുതൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സുഖ്വിന്ദർ സിംഗ് വരെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എവിടെ ചെന്നാലും വളരെ നല്ലൊരു റെപ്യൂട്ടഡ് ഇത് ഞാൻ ഈ ഒരു ഏജ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആർട്സാണ്. അത് സ്റ്റിൽ അത് എക്സ്പോസ്ഡ് അല്ലാതെ ഇങ്ങനെ നിന്ന് പോവുകയാണ്. അപ്പോൾ പക്ഷേ ഓഫ്കോഴ്സ് ഞാൻ ഫുട്ബോൾ വളരെയധികം എൻജോയ് ചെയ്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലാണ്, പക്ഷേ എൻ്റെ പാഷൻ ആർട്സിലോട്ട്.